നമസ്കാരം, മഷ്നോട്ടത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. ഒറ്റപ്പാലം കോൺഗ്രസിൽ പ്രതിഷേധത്തിന്റെ കനലടങ്ങുന്നില്ല. ഷാനിമോൾ വന്നിട്ടും പ്രചാരണം ബഹിഷ്കരിച്ച് പ്രവർത്തകർ. സ്വീകരണ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. വിമതർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് VM സുധീരൻ. കണ്ണൂരിലെ വിമതൻ PK രാഗേഷിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം. മുഖ്യമന്ത്രി രാഗേഷിനെ കണ്ടു. ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന് DCCക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പത്തനംതിട്ട ആറന്മുളയിൽ പോരാട്ടം കനക്കുന്നു. ബൂത്തുതല പ്രചാരണങ്ങളിൽ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥികൾ. മണ്ഡലം പിടിക്കുമെന്ന് വീണ ജോർജ്, നിലനിർത്തുമെന്ന് ശിവദാസൻ നായർ. പ്രതീക്ഷയോടെ BJPയും. രണ്ടാം ഘട്ടത്തിൽ പശ്ചിമ ബംഗാളിലും അസമിലും കനത്ത പോളിംഗ്. അസമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർണ്ണം. ബംഗാളിൽ വോട്ടെടുപ്പ് നടന്നത് 31 മണ്ഡലങ്ങളിൽ. CPIM തൃണമൂൽ പ്രവർത്തകർ ഏറ്റുമുട്ടി. കണ്ണൂരിലെ വിമത പ്രശ്നത്തിന് പരിഹാരം കാണാൻ മുഖ്യമന്ത്രി DCC നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. PK രാഗേഷുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പ്രശ്ന പരിഹാരത്തിന് വഴി തുറന്നത്. വിമതരെ അനുനയിപ്പിക്കാൻ ലീഗ് നേതൃത്വവും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. PK രാഗേഷ് അഴീക്കോടും മറ്റൊരു വിമതൻ കണ്ണൂരിലും മത്സരിക്കാൻ ഒരുങ്ങിയതോടെയാണ് പ്രശ്നത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടത്. ഇതിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടി PK രാഗേഷുമായി കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി. ലീഗ് നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ചർച്ച നടന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനം രാഗേഷിന് നൽകി അനുനയിപ്പിക്കാനാണ് ശ്രമം തുടരുന്നത്. ഇതിനൊപ്പം കോൺഗ്രസ് പള്ളിക്കുന്ന് മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിടാനും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിമതരെ തിരിച്ചെടുക്കാനും തീരുമാനമുണ്ടാകും. മുഖ്യമന്ത്രി കാലത്ത് നിന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് വിളിപ്പിച്ചിരുന്നു, പോയി സംസാരിച്ചിരുന്നു. കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ വീണ്ടും സംസാരിച്ചു. നിലവിലുള്ള അവസ്ഥ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വളരെ അനുകൂലമായ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് തന്നെ പരമാവധി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി കാസർഗോഡേക്ക് പോയിരിക്കുന്നത്. PK രാഗേഷ് അഴീക്കോട് മത്സരിച്ചാൽ അത് ലീഗിന് കനത്ത തിരിച്ചടിയാകും. ഇത് കണക്കിലെടുത്ത് അനുനയ ശ്രമത്തിന് ലീഗും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. വിമതൻ പിന്മാറിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലവേദന ഒഴിയുന്നതോടൊപ്പം കോർപ്പറേഷൻ ഭരണം UDFന് ലഭിക്കും. എന്നാൽ പ്രശ്നപരിഹാരം പ്രാവർത്തികമായാൽ പിന്മാറാമെന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് PK രാഗേഷും കൂട്ടരും. കണ്ണൂരിൽ നിന്നും K ശശീന്ദ്രൻ, റിപ്പോർട്ടർ. ഒറ്റപ്പാലത്ത് ശാന്ത ജയറാമിന് പകരം ഷാനിമോൾ ഉസ്മാനെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടും കോൺഗ്രസിനുള്ളിലെ പ്രതിഷേധം തുടരുകയാണ്. പ്രചാരണത്തിനായി ഇന്ന് ഒറ്റപ്പാലത്തെത്തിയ ഷാനിമോൾ ഉസ്മാന്റെ സ്വീകരണ ചടങ്ങിൽ നിന്ന് ഒരു ഭാഗം കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിന്നതോടെ വിമത വിഭാഗത്തെ KPCC പ്രസിഡന്റ് VM സുധീരൻ ചർച്ചയ്ക്ക് ക്ഷണിച്ചു. ആലപ്പുഴയിൽ നിന്നും ഒറ്റപ്പാലത്ത് ട്രെയിനിൽ വന്നിറങ്ങിയ ഷാനിമോൾ ഉസ്മാന് UDF പ്രവർത്തകർ സ്വീകരണം നൽകിയെങ്കിലും കോൺഗ്രസ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പ്രസിഡന്റ് രാജരത്നം, UDF ചെയർമാൻ PS അബ്ദുൽ ഖാദർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം നേതാക്കൾ പൂർണ്ണമായും വിട്ടുനിന്നു. ഒറ്റപ്പാലത്ത് നടന്ന UDF കൺവെൻഷനിലും ഇവർ പങ്കെടുത്തില്ല. നേരത്തെ വിമത വിഭാഗത്തോടൊപ്പമുണ്ടായിരുന്ന ഒറ്റപ്പാലം ബ്ലോക്ക് പ്രസിഡന്റ് സത്യൻ പെരുമ്പറക്കോട് ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. വിമതരുമായുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഷാനിമോൾ ഉസ്മാൻ. ശാന്ത ജയറാമിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് ഷാനിമോൾ ഉസ്മാനെ സ്ഥാനാർത്ഥിയാക്കാൻ നേതൃത്വം തീരുമാനിച്ചത്. വിവാദങ്ങളിൽ കാര്യമില്ലെന്നും സംവാദങ്ങളിലൂടെയാണ് കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക എന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. തീർച്ചയായിട്ടും അവർക്കുണ്ടായിട്ടുള്ള മാനസിക വേദനയ്ക്ക് ഞാൻ അവരോടൊപ്പം തന്നെയാണ്. പിന്നെ വിവാദങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സംവാദങ്ങൾ എന്ന് പറയുന്നതായിരിക്കും ശരി. വളരെ ക്രിയാത്മകമായ സംവാദങ്ങളിലൂടെ തന്നെയാണ് എല്ലാ കാലത്തും കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. എന്നാൽ KPCC സമിതിക്ക് മുമ്പാകെ പ്രാദേശിക ഘടകം നിർദ്ദേശിച്ചവരെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിമത വിഭാഗം. ഇതേ തുടർന്നാണ് നിലപാടിൽ നിന്നും മാറണമെന്നാവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് VM സുധീരൻ വിമത വിഭാഗം നേതാക്കളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. റിപ്പോർട്ടർ, പാലക്കാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയർത്താൻ ഊർജിത നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര നിരീക്ഷകൻ MO നുംസാങ് ലാംബ. 3 ലിംഗക്കാർക്കും സമ്മതിദാനത്തിനുള്ള സാഹചര്യം ഒരുക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് വ്യക്തമാക്കി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയർത്തുന്നതിനും സ്വതന്ത്രവും നിർഭയവുമായി വോട്ട് ചെയ്യുന്നതിനും ഊർജിത നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് നിരീക്ഷകൻ AO നുംസാങ് ലാംബ പറഞ്ഞു. കാസർഗോഡ് തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വനിതകളെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കുന്നതിന് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തിരഞ്ഞെടുപ്പാണ് കമ്മീഷൻ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ വകുപ്പുകൾക്ക് പുറമെ സർക്കാരേതര സംഘടനകളുടെയും സഹകരണം സമ്മതിദായക ബോധവൽക്കരണത്തിന് ഉപയോഗിക്കും. വോട്ടെടുപ്പിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ക്യാമ്പസുകളിൽ അംബാസിഡർമാരുടെ സാന്നിധ്യത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും AO നുംസാങ് ലാംബ പറഞ്ഞു. റിപ്പോർട്ടർ, കാസർഗോഡ്.
സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കാനുള്ള BJPയുടെ ശ്രമം നിഷ്പ്രഭമാക്കി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കാസർഗോഡ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിഭാഗീയതയുണ്ടാക്കി സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കാൻ ശ്രമിക്കുന്ന BJPയെയും നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്ന CPIMനെയും ഒരേപോലെ പരാജയപ്പെടുത്തി സംസ്ഥാനത്ത് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ നിഷേധാത്മക നിലപാട് നാടിനെ തകർച്ചയിലേക്ക് നയിച്ചെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഉണ്ടായിരുന്നെങ്കിൽ BJPയുടെ പരാജയം കുറെ കൂടി ശക്തമായേനെ. 11 സീറ്റ് കൂടി അവർക്ക് നഷ്ടപ്പെട്ടേനെ. അപ്പൊ ഈ BJP വിരുദ്ധ വർത്തമാനമൊക്കെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രം മാത്രമാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ. 5 വർഷക്കാലത്തെ UDF ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയെയും BJPയെയും ഒരുപോലെ വിമർശിച്ചു. ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. റിപ്പോർട്ടർ, കാസർഗോഡ്. പാലക്കാട് കോങ്ങാട് മണ്ഡലത്തിൽ മത്സരം മുറുകി. ഇടതിന് മുൻതൂക്കമുള്ള മണ്ഡലം പിടിച്ചെടുക്കാൻ UDF സ്ഥാനാർത്ഥിയായി KPCC വക്താവ് പന്തളം സുധാകരനെ രംഗത്തിറക്കിയതാണ് കോങ്ങാട്ടെ പോരാട്ടം ശ്രദ്ധേയമാക്കുന്നത്. സിറ്റിംഗ് MLA ആയ KV വിജയദാസാണ് ഇവിടെ LDF സ്ഥാനാർത്ഥി. മണ്ഡല രൂപീകരണത്തിന് ശേഷമുള്ള രണ്ടാമത്തെ തെരഞ്ഞെടുപ്പാണ് കോങ്ങാട്ടേത്. ആദ്യ തെരഞ്ഞെടുപ്പിലെ കടുത്ത മത്സരത്തിൽ CPIMലെ KV വിജയദാസ് 3565 വോട്ടിനാണ് വിജയിച്ചതെങ്കിൽ പിന്നീട് അങ്ങോട്ട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 14,361 വോട്ടിന്റെ ഭൂരിപക്ഷവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ 9 പഞ്ചായത്തിൽ 8 എണ്ണവും നേടി മേൽക്കൈ നിലനിർത്തിയതാണ് ഇടതുമുന്നണിക്ക് ആത്മവിശ്വാസം നൽകുന്നത്. ഇതിനു പുറമെ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനവും തുടർ വിജയത്തിന് കാരണമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി KV വിജയദാസ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചായവുള്ള മണ്ഡലമാണ് കോങ്ങാട് നിയോജക മണ്ഡലം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെന്നും വരിക്കുന്ന മണ്ഡലമാണ് കോങ്ങാട് മണ്ഡലം. ആ കോങ്ങാട് മണ്ഡലത്തിൻ്റെ പാരമ്പര്യം ഇത്തവണയും നിലനിർത്തും എന്നാണ് എനിക്ക് ശുഭാപ്ത വിശ്വാസം. മണ്ഡലം പിടിക്കാൻ ഇത്തവണ കരുത്തനെ തന്നെ ഇറക്കണമെന്ന UDF തീരുമാനത്തിന്റെ ഭാഗമാണ് KPCC വക്താവ് പന്തളം സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം. സുധാകരന്റെ 7ാമത്തെ തെരഞ്ഞെടുപ്പ് മത്സരമാണിത്. 1982 മുതൽ 96 വരെ മലപ്പുറം വണ്ടൂരിൽ നിന്നും നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുധാകരൻ കരുണാകരൻ മന്ത്രിസഭയിലും ആന്റണി മന്ത്രിസഭയിലും അംഗമായിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. 99-ൽ ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിലേക്കും മത്സരിച്ചിട്ടുണ്ട്. സുധാകരൻ വന്നതോടെ UDF ക്യാമ്പ് ഒന്നുണർന്നു. അതുതന്നെയാണ് സുധാകരന്റെ പ്രതീക്ഷയും. ചിലർ പ്രചരിപ്പിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയാണെന്നാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതൊരു മൺകോട്ടയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഞങ്ങൾ തകർക്കും. ആ തകർക്കും എന്നുള്ളതിൻ്റെ ആത്മവിശ്വാസമാണ് ഈ മുതിർന്ന കോൺഗ്രസ് UDF നേതാക്കന്മാരുടെ മുഖഭാവവും വികാരവും കാണിക്കുന്നത്. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് രേണു സുരേഷാണ് BJP സ്ഥാനാർത്ഥി. രേണു സുരേഷിനിത് നിയമസഭയിലേക്കുള്ള ആദ്യ മത്സരമാണ്. റിപ്പോർട്ടർ, പാലക്കാട്. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറന്മുള. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ആറന്മുള മണ്ഡലത്തിൽ 2 തവണ മാത്രമാണ് ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. UDFന്റെ കുത്തക സീറ്റായ ആറന്മുള പിടിച്ചെടുക്കാൻ മാധ്യമപ്രവർത്തക വീണ ജോർജിനെയാണ് ഇടതുമുന്നണി കുറി സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ആറന്മുളയിൽ താമര വിരിയിക്കാമെന്ന വിശ്വാസത്തിൽ MT രമേശും ഇവിടെ ജനവിധി തേടുമ്പോൾ UDFിൽ നിന്ന് സിറ്റിംഗ് MLA ശിവദാസൻ നായരാണ് മത്സരിക്കുന്നത്. 1996-ൽ കടമനിട്ട രാമകൃഷ്ണപിള്ളയും 2006-ൽ KC രാജഗോപാലുമാണ് ആറന്മുളയിൽ നിന്ന് വിജയിച്ചത്. UDFന്റെ കുത്തക മണ്ഡലമായ ആറന്മുള തിരിച്ചുപിടിക്കാൻ മാധ്യമപ്രവർത്തകയായ വീണ ജോർജിനെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സിറ്റിംഗ് MLA ശിവദാസൻ നായർ പ്രചരണ രംഗത്തുള്ളത്. പത്തനംതിട്ട ജില്ലയുടെ തന്നെ അഭിമാനമായ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം, അത് സിന്തറ്റിക് ട്രാക്കിൻ്റെ നിർമ്മാണത്തിൻ്റെ അനുമതി ലഭിച്ചു. പവലിയൻ്റെ നിർമ്മാണം ആരംഭിച്ചു. നിയോജകമണ്ഡലത്തിലെ മുഴുവൻ റോഡുകളും എനിക്ക് നല്ല നിലയിൽ നവീകരിക്കാൻ കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനം തിരുവല്ല കുമ്പഴ മെയിൻ റോഡ് തന്നെയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയും സിറ്റിംഗ് MLAയുടെ വികസന മുരടിച്ചുകൾ എടുത്തുകാട്ടിയുമാണ് ഇടതുമുന്നണി പ്രചരണ രംഗത്തുള്ളത്. ആറന്മുള നിയോജക മണ്ഡലം കണ്ടത് വികസന മുരടിപ്പാണ്. ഈ മണ്ഡലത്തിൻ്റെ ഒരു ഭാഗത്തും വികസനമില്ല. പ്രാദേശിക അടിസ്ഥാനത്തിലെടുക്കുക, പഞ്ചായത്തുകൾ, നഗരസഭ, പത്തനംതിട്ട നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മറ്റ് 13 ജില്ലാ ആസ്ഥാനങ്ങളെക്കാളും എത്രയോ പിന്നോക്കമാണ് പത്തനംതിട്ട ജില്ലാ ആസ്ഥാനം. ശബരിമലയ്ക്ക് ഏറ്റവും അടുത്തുള്ള പ്രധാനപ്പെട്ട ഹബ്ബ് എന്ന രീതിയിൽ യാതൊരു അടിസ്ഥാന സൗകര്യ വികസനവും അവിടെയില്ല. ആറന്മുളയെ സംബന്ധിച്ചാണെങ്കിൽ ആറന്മുള ലോക പൈതൃക ഭൂപടത്തിൽ ഈ രീതിയിൽ അടയാളപ്പെടുത്തപ്പെടേണ്ട ഒന്നല്ല. ഒരു വളരെ ലളിതമായൊരു കാര്യം പറയാം. ശബരിമല അയ്യപ്പന്മാരുടെ ഇടത്താവളം, അത് ആറന്മുളയിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ്.
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ നേടിയ മുന്നേറ്റവും ആറന്മുള വിമാനത്താവള വിരുദ്ധ സമര വിജയവും നേടിയ പ്രതീക്ഷയിലാണ് BJP പ്രചരണ രംഗത്തുള്ളത്. ഈ നിയോജകമണ്ഡലത്തിൽ വിജയിക്കാൻ സാധിക്കും എന്നുള്ള 100% ആത്മവിശ്വാസമുണ്ട്. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ LDFനും UDFനെയും മാറി മാറി പരീക്ഷിച്ചിട്ടുള്ള മണ്ഡലമാണ്. പക്ഷേ ഈ നിയോജകമണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലോ ജനങ്ങളുടെ ജീവനപ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളിലോ പരിഹാരം കാണാൻ ഇരു മുന്നണികൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ വിധി ആർക്കൊപ്പം ആകാംക്ഷയിലാണ് ആറന്മുളക്കാർ. UDFന്റെ കുറ്റിച്ചൂൽ മണ്ഡലമായിരുന്നു ആറന്മുള. 2 തവണ മാത്രമാണ് LDFന് ആറന്മുളയിൽ വിജയിക്കാൻ കഴിഞ്ഞത്. ആ ചരിത്രം ഇത്തവണ തിരുത്തിക്കുറിക്കാമെന്ന പ്രതീക്ഷയിലാണ് LDFും BJPയും. അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട. പൂരക്കൊടിയേറ്റം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയാക്കാൻ സ്ഥാനാർത്ഥികളെത്തി. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലും പാറമേക്കാവ് ക്ഷേത്രത്തിലും കൊടിയേറ്റം കാണാനാണ് സ്ഥാനാർത്ഥികളായ പത്മജ വേണുഗോപാലും VS സുനിൽകുമാറും അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനും എത്തിയത്. തിരുവമ്പാടിയിലായിരുന്നു ആദ്യ കൊടിയേറ്റം. കൊടിയേറ്റത്തിന്റെ ഭാഗമാകാൻ ആദ്യമെത്തിയത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. തൊട്ടുപിന്നാലെ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണനും UDF സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലും എത്തി. കൊടിമരമുയർത്താൻ സ്ഥാനാർത്ഥികളും ഒപ്പം ചേർന്നു. പാറമേക്കാവിലും കൊടിയേറ്റത്തിന്റെ ഭാഗമാകാൻ സ്ഥാനാർത്ഥികൾ എത്തിയിരുന്നു. കൊടിയേറ്റത്തിന് ശേഷം ക്ഷേത്രത്തിലുണ്ടായിരുന്നവരെ അഭിവാദ്യം ചെയ്താണ് സ്ഥാനാർത്ഥികൾ മടങ്ങിയത്. പൂരദിനത്തിൽ മറ്റു പരിപാടികൾ മാറ്റിവെച്ച് മുഴുവൻ സമയം ആഘോഷങ്ങളുടെ ഭാഗമാകുമെന്നും സ്ഥാനാർത്ഥികൾ പറഞ്ഞു. റിപ്പോർട്ടർ, തൃശൂർ. ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് CK ജാനു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. ജനാധിപത്യ രാഷ്ട്രസഭ എന്ന പേരിലാണ് പുതിയ പാർട്ടി. NDAയിലെ ഘടകകക്ഷിയായി ഇത്തവണ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ CK ജാനു മത്സരിക്കുന്നുണ്ട്. പരമ്പരാഗത ഗോത്ര ആചാരങ്ങളോടെയായിരുന്നു CK ജാനു നേതൃത്വം നൽകുന്ന പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണം. പ്രത്യേക പൂജയ്ക്ക് ശേഷം ബത്തേരിയിൽ നടന്ന പ്രഖ്യാപന കൺവെൻഷനിൽ ആദിവാസി സമൂഹത്തെ സാക്ഷി നിർത്തി പുതിയ പാർട്ടിയെ പ്രഖ്യാപിച്ചു. ജനാധിപത്യ രാഷ്ട്രസഭയുടെ ചെയർപേഴ്സൺ ജാനു തന്നെയാണ്. സംവരണത്തിന്റെ ആനുകൂല്യത്തിൽ ജയിച്ചു കയറിയിട്ടും ഇരു മുന്നണികളും ആദിവാസി സമൂഹത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എന്നും ഇനിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും കക്ഷ്യത്തിൽ തലവെച്ചു കൊടുക്കില്ല എന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജാനു പറഞ്ഞു. ജയിച്ചു പോയിട്ടുള്ള ഇടതും വലതും മുന്നണിയുടെ നമ്മുടെ സംവരണ സീറ്റിൽ മത്സരിച്ച് ജയിച്ചു പോയിട്ടുള്ള നമ്മുടെ ആദിവാസി സഹോദരങ്ങളെ പോലെ ഏത് പ്രസ്ഥാനത്തിന്റെ കീഴിലാണ് മത്സരിച്ച് ജയിച്ചത് അവരുടെ കക്ഷത്തിലേക്ക് തലവെച്ചു കൊടുത്ത് അവര് കക്ഷം ഇങ്ങനെ മാറ്റാതെ തലയിളക്കാൻ പറ്റില്ലാത്ത ഈ ഒരവസ്ഥ എന്തായാലും നമ്മളുടെ ഈ ഘടകകക്ഷി മുന്നണിക്ക് ഉണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പു തരാൻ എനിക്ക് കഴിയും. തന്റെ വ്യക്തി താല്പര്യം സംരക്ഷിക്കാനാണ് BJPയുമായി കൂട്ടുകൂടുന്നത് എന്ന വാർത്തകൾ അസത്യമാണ്. സമുദായത്തിന്റെ പുരോഗതിയാണ് തന്റെ ലക്ഷ്യം. ഈ തീരുമാനമെടുക്കുന്നത് CK ജാനുവിന്റെ വ്യക്തി താല്പര്യത്തിനൊന്നല്ല. CK ജാനുവിന്റെ വ്യക്തി താല്പര്യത്തിന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യവുമില്ല. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അവർ ചിഹ്നത്തിൽ മത്സരിക്കും പറയുമ്പോൾ ഞാൻ പോയാൽ മതി. എന്റെ വ്യക്തി താല്പര്യം സംരക്ഷിക്കാൻ അതിന് നന്നായി കഴിയും. പക്ഷേ ഇത് ഒരു തീരുമാനമെടുക്കുന്നത് സമുദായത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിലെ ഘടകകക്ഷി സ്ഥാനാർത്ഥിയായി CK ജാനു ഇത്തവണ സുൽത്താൻ ബത്തേരിയിൽ ജനവിധി തേടും. റിപ്പോർട്ടർ, വയനാട്. കൊല്ലം പരവൂരിലുണ്ടായ വെടിക്കെട്ട് ദുരന്തം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെയും ബാധിച്ചു. LDFും UDFും BJPയും ഇന്നലെ പലയിടത്തും പ്രചാരണം ഒഴിവാക്കിയിരുന്നു. കൊല്ലം പരവൂർ ക്ഷേത്രത്തിലുണ്ടായ വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് LDFും UDFും BJPയുമെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒഴിവാക്കിയിരുന്നു. നാടിനെ നടുക്കിയ ദുരന്തത്തിൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പങ്കുചേർന്നു. അനുശോചനം അറിയിച്ച് നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഒഴിവാക്കി ദുരന്തഭൂമിയിലേക്ക് ഒഴുകിയെത്തി. പ്രചാരണത്തിന്റെ തിരക്ക് വിട്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമെല്ലാം ദുരന്തഭൂമി സന്ദർശിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശും ഷിബു ബേബി ജോണും ദുരന്തമുഖത്ത് എത്തിയിരുന്നു. മന്ത്രി VS ശിവകുമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കമെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, CPA സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ തുടങ്ങിയവരും ദുരന്തഭൂമി സന്ദർശിച്ചു. BJP അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും ദുരന്തഭൂമിയിൽ എത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുൻപുള്ള കേരളത്തിലേക്കുള്ള വരവായും ഈ ദുരന്തം മാറി. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ട്. പശ്ചിമബംഗാൾ നിയമസഭയിലേക്കുള്ള ആദ്യഘട്ടത്തിന്റെ രണ്ടാം ഭാഗത്തിലും അസം നിയമസഭയിലേക്കുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പിലും മികച്ച പോളിംഗ്. രണ്ടിടത്തും 80% പോളിംഗ് രേഖപ്പെടുത്തി. ബംഗാളിൽ പലയിടത്തും അക്രമമുണ്ടായി. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് അസം മുഖ്യമന്ത്രി ആരോപിച്ചു.
അസമിലെ 61 പശ്ചിമ ബംഗാളിലെ 31 മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ വോട്ടർമാരുടെ മികച്ച പ്രതികരണം. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ 2 സംസ്ഥാനങ്ങളിലെയും മിക്ക പോളിംഗ് സ്റ്റേഷനുകളിലും രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ നീണ്ട നിര പ്രകടമായിരുന്നു. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ദിസ്പൂരിൽ വോട്ട് രേഖപ്പെടുത്തി. കഴിഞ്ഞ 15 വർഷക്കാലത്ത് സംസ്ഥാനം കൈവരിച്ച വികസന നേട്ടം വോട്ടായി മാറുമെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞു. അസം ഗണപരിഷത്ത് നേതാവ് പ്രഫുല്ല മഹന്ത നാഗാവിൽ വോട്ട് രേഖപ്പെടുത്തി. ബംഗാളിലെ കോൺഗ്രസ് നേതാവ് മനസ് ബുനിയ പശ്ചിമ മിഡ്നാപൂരിൽ വോട്ടവകാശം വിനിയോഗിച്ചു. വോട്ടെടുപ്പിനിടെ ബംഗാളിലെ വിവിധ ഭാഗങ്ങളിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറി. പശ്ചിമ മിഡ്നാപൂരിലെ ചന്ദ്രാകോനയിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണത്തിൽ CPIM പോളിംഗ് ഏജന്റിന് പരിക്കേറ്റു. ജമൂരിയയിലെ പോളിംഗ് ബൂത്തിന് സമീപത്ത് നിന്ന് ഉപേക്ഷിച്ച നിലയിൽ പെട്രോൾ ബോംബുകൾ പോലീസ് കണ്ടെടുത്തു. ബർദ്വാനിലും പശ്ചിമ മിഡ്നാപൂരിലും കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം പക്ഷപാതപരമാണെന്ന് വിമർശിച്ച് അസം മുഖ്യമന്ത്രി തരുൺ ഗൊഗോയ് രംഗത്തെത്തി. അതിനിടെ നാരദ വെബ് പോർട്ടൽ പുറത്തുവിട്ട ദൃശ്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ കൽക്കട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതിനായി 3-അംഗ സമിതിക്കും കോടതി രൂപം നൽകി. റിപ്പോർട്ടർ, ദില്ലി. ഇനി ചരിത്രപഥം. ഒരു കാലത്ത് CPIMന്റെ തീപ്പൊരി നേതാവായിരുന്ന MV രാഘവൻ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് ബദൽ രേഖ അവതരിപ്പിച്ചതിന്റെ പേരിലാണ്. 1982 കരുണാകരൻ മന്ത്രിസഭയെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ മുസ്ലിം ലീഗുമായും കേരള കോൺഗ്രസുമായും ബന്ധമാകാം എന്നതായിരുന്നു MVRന്റെ നിലപാട്. ഒരു കാലത്ത് CPIMലെ യുവതലമുറയുടെ ആവേശമായിരുന്നു മേലത്തുവീട്ടിൽ രാഘവൻ എന്ന MV രാഘവൻ. 1982 കരുണാകരൻ മന്ത്രിസഭ സ്ഥിരത കൈവരിച്ചു വന്ന കാലത്ത് അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ മുസ്ലിം ലീഗുമായും കേരള കോൺഗ്രസുമായും ബന്ധം വേണമെന്ന നിലപാട് MVR മുന്നോട്ട് വെച്ചു. ഇതിനെ തുടർന്ന് CPIMും MVRും തമ്മിൽ തെറ്റി. കേരളത്തിൽ വർഗീയ കക്ഷികളുമായി ഐക്യം വേണ്ടെന്ന നിലപാട് EMS ഗൗരവമായി ഉയർത്തിക്കൊണ്ടുവന്ന കാലം കൂടിയായിരുന്നു അത്. 1985 CPIMന്റെ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ ബദൽ രേഖയായി MVR ഈ നിലപാട് അവതരിപ്പിച്ചു. എന്നാൽ സമ്മേളനം രേഖ തള്ളി. MVR പിൻവാങ്ങാൻ ഒരുക്കമായിരുന്നില്ല. പാർട്ടിയുടെ അടുത്ത നടപടി സസ്പെൻഷനായിരുന്നു. തുടർന്ന് പാർട്ടിയും MVRും തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടലുകളുണ്ടായി. പാർട്ടി റിപ്പോർട്ടിംഗ് തന്നെ MVRനെതിരെ ഉണ്ടായി. വ്യക്തിപരമായ ആക്രമണത്തിലേക്കും അത് വളർന്നു. ഒടുവിൽ MVR പുതിയ പാർട്ടി രൂപീകരിച്ചു. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന CMP പിറക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, റിപ്പോർട്ടർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉരുക്കിനെ വെല്ലും ഉൾക്കരുത്ത്. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. ഒറ്റപ്പാലം കോൺഗ്രസിൽ പ്രതിഷേധത്തിന്റെ കനലടങ്ങുന്നില്ല. ഷാനിമോൾ വന്നിട്ടും പ്രചാരണം ബഹിഷ്കരിച്ച് പ്രവർത്തകർ. സ്വീകരണ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. വിമതർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് VM സുധീരൻ. കണ്ണൂരിലെ വിമതൻ PK രാഗേഷിനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം. മുഖ്യമന്ത്രി രാഗേഷിനെ കണ്ടു. ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന DCCക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പത്തനംതിട്ട ആറന്മുളയിൽ പോരാട്ടം കനക്കുന്നു. ബൂത്ത് തല പ്രചാരണങ്ങളിൽ കേന്ദ്രീകരിച്ച സ്ഥാനാർത്ഥികൾ. മണ്ഡലം പിടിക്കുമെന്ന LDF സ്ഥാനാർത്ഥി വീണ ജോർജ്. നിലനിർത്തുമെന്ന് ശിവദാസൻ നായർ. പ്രതീക്ഷയോടെ BJP. രണ്ടാം ഘട്ടത്തിൽ പശ്ചിമ ബംഗാളിലും അസമിലും കനത്ത പോളിംഗ്. അസമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർണ്ണം. ബംഗാളിൽ വോട്ടെടുപ്പ് നടന്നത് 31 മണ്ഡലങ്ങളിൽ. CPIM തൃണമൂൽ പ്രവർത്തകർ ഏറ്റുമുട്ടി. ഭക്ഷണോട്ടം പൂർത്തിയാകുന്നു. നമസ്കാരം.